ഹലോ നമസ്കാരം, അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. തട്ടിക്കൂട്ട് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാഴ്ച, ഒന്നും, അതായത് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല, അത്രയും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ മഴയൊക്കെ വരുന്നതിന് ഒരു 2 ദിവസം മുന്നൊക്കെ വെറുതെ വെറുതെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ കൂടെ ആഡ് ചെയ്ത് ഇടണമെന്ന് മാത്രം. ഓക്കെ, ഈ നമ്മളുടെ ഈ സൈക്ലോൺ തുടങ്ങുന്നതിന് മുന്നേ നമ്മളുടെ ശനിയാഴ്ച, ഓക്കെ, അപ്പോൾ സൺഡേ ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അത് മണ്ണുത്തി ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റായിട്ട് നമ്മളൊരു ചെടി തന്നെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ടെർമിനാലിയാണ്, വെരിഗേറ്റഡ് ടെർമിനാലിയ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് നമ്മൾക്ക് മണ്ണുത്തി പോയത്. അപ്പോൾ ഡയറക്റ്റ് പോവുകയും ചെയ്യാതെ വാങ്ങിച്ച് അങ്ങനെ തന്നെ അവർക്കത് ഡെലിവർ ചെയ്തിട്ട് പോരാം എന്നുള്ള രീതിയിൽ. പിറ്റേ ദിവസമാണ് നമുക്ക് നമ്മളുടെ ഹൗസ് വാമിങ്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ ആദ്യം ജോയ്സ് ഗാർഡനിൽ കയറി, പിന്നെ പ്ലാന്റ്സ് വേൾഡിൽ നമ്മൾ മുന്നും പോകാറുള്ളത് തന്നെയാണ്. പക്ഷെ നിറയെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ബൊഗൈൻ വില്ലാസൊക്കെയാണ് ഇവിടെ ഇരിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മഴ സീസൺ ആയപ്പോൾ ഇത് കണ്ടോ, നമ്മൾ വാങ്ങിച്ചതാണ് ഈ ടെർമിനാലിയ. കൂടാതെ ഞാനൊരു സീതാപ്പിൾ വാങ്ങിച്ചു. എൻ്റെ സീതാപ്പിൾ മുന്നേ നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഫ്രൂട്ട് പ്ലാന്റ്സ്, അതിലുള്ള കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് ചീഞ്ഞു പോയി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സീതാപ്പിൾ കിട്ടുമ്പോൾ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഒരു നല്ല തൈ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അതും പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. കാരണം നഴ്സറി പോയാൽ നമുക്കറിയാലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടൊക്കെ പോവും. പക്ഷേ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വേഗം നമ്മൾ ഈ 2 സാധനം, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് പോന്നു. പിന്നെ അങ്ങനെ സാറ്റർഡേ കഴിഞ്ഞു. സൺഡേ നമ്മൾ ഹൗസ് വാമിങ്ങിന് പോയി. അപ്പോഴൊക്കെ നല്ല വെയിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അന്ന് സൺഡേ വൈകിട്ട് വന്ന് ഒരു 4 മണി 4:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് സൺഡേസിലാണ് നമ്മൾ ഈ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ വളവും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ചൊരു 3-4 ദിവസമായിട്ട് കുറച്ചൊരു മഴയുണ്ട്, എന്നാലും രാത്രി മാത്രമാണ് മഴ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ 1-2 ആഴ്ചയായിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും സ്പ്രേ ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും കുറച്ച് സമയം കിട്ടിയതല്ലേ. അപ്പോൾ നമ്മളുടെ ഗ്രീൻ കെയർ എടുത്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1.5 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്. അതിലിപ്പോൾ അത്യാവശ്യം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് കിടക്കണം നമ്മുടെ ഓർക്കിഡ്, അങ്ങനെയൊക്കെ ഹാങ്ങിങ്ങിന് നമുക്കത് വെയിറ്റ് ഇത് വെച്ച് നമ്മൾ ചെയ്യാം. ഇത് ഒരു സ്പെഷ്യൽ ചെടിയാണ്, നിങ്ങൾക്ക് അറിയുണ്ടാവും ചിലപ്പോൾ എല്ലാവർക്കും. റിപ്സാലിസ് എന്ന് പറയും. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ അത് 750 രൂപയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഒരു പോട്ടിന്. 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഞാനതിനെ വെന്റിലേറ്ററിൽ വെച്ചിരിക്കുകയാണ്. മറ്റാൾ ഓക്കെയാണ്. പക്ഷെ അതിൽ ഒരു സ്പെഷ്യൽ മണികളുണ്ടാവും, പേള് പോലെ. അത് ഞാൻ കാണിച്ചു തരാം. ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മിക്കപ്പോഴും അങ്ങനെ കുറച്ചൊക്കെ കുറച്ച് നല്ല ചെടിയുടെ നല്ല കളക്ഷൻ ഉള്ളവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളുടെ ഓർക്കിഡിനൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ കൈ കഴിച്ചു തുടങ്ങി. സത്യത്തിൽ ഞാൻ മോളിക്ക് അത്രയും വെയിറ്റ് അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമ്മളുടെ താഴെയുള്ള ചെടികൾക്കെല്ലാം നമുക്ക് ഇതിൻ്റെ പേരെന്താ, ഇതിനെന്താ നമ്മൾ വിളിക്കുക, പൂവാലി എന്നാന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ കേട്ടത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, പൂവാലി. അപ്പോൾ ഇത് 5 ലിറ്ററിൻ്റെയാണ് നമ്മളുടെ ഈ പൂവാലി. ഇനി അതെല്ലാ പേരെങ്കിലും ഓക്കെ, ഞാൻ ആ പേരിട്ടു പൂവാലി. അപ്പോൾ 5 ലിറ്ററിൻ്റെ നമ്മളുടെ ഇതിൽ അപ്പോൾ 5 ടീസ്പൂൺ. അത് ആക്ച്വലി നമ്മളുടെ ഗ്രീൻ കെയർ പൗഡർ രൂപത്തിലാണ്. പക്ഷെ ഇതിപ്പോൾ എൻ്റെ അനാസ്ഥ കൊണ്ടാണോ, ഇനിയിപ്പോൾ അത് അത്രയും സമയം ഇരുന്നിട്ട് അതിങ്ങനെ ഈ ഒരു കാലാവസ്ഥയുടെ ആണോ എന്നറിയില്ല, അതിങ്ങനെ ലിക്വിഡ് ഫോമിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് 5 ലിറ്ററിന് 5 ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ എളുപ്പം തോന്നുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് വേസ്റ്റ് ആവും സത്യത്തിൽ. നമ്മൾ ഒഴിക്കുമ്പോഴേ വെള്ളം ഒഴിക്കുമ്പോൾ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇത് പിന്നെ നമ്മൾക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വളമാണല്ലോ. എന്നാലും പക്ഷേ നമ്മളുടെ എളുപ്പത്തിന് നമ്മളത് ഒഴിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. വീണ്ടും നമ്മൾ ഈ ഏരിയയിൽ തിരിച്ചെത്തി.
അപ്പോൾ കാണുന്ന നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് ഈ വീട്ടിൽ ഈ ഏരിയ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഈ പോർഷനൊന്നും ഞാൻ ഇടണമെന്ന് വിചാരിച്ചില്ല. ഇത് നമ്മളെ ഡേ 3യിൽ ചെയ്ത് തീർക്കേണ്ട കാര്യമായിരുന്നു. അതായത് നമ്മളതിനെയൊക്കെ കട്ട് ചെയ്തു അല്ലേ, ബൊഗൈൻ വില്ലാസിനെയൊക്കെ കട്ട് ചെയ്തപ്പോൾ നമ്മളിത് എല്ലാം സ്പ്രേ ചെയ്ത് ഇവിടുത്തെ അവസാനിപ്പിക്കേണ്ടായിരുന്നു. പക്ഷെ അന്ന് നിങ്ങൾക്ക് അറിയാലോ, അന്ന് അപ്പം തന്നെ 6:45 അപ്പോൾ പിന്നെ സമയം കിട്ടിയില്ല. പിന്നെ ഞാനത് ചെയ്തില്ല. പിന്നെയാണ് ഈ സമയം. ഇതിപ്പോൾ വേറെ ഒരു വീഡിയോ ഇടാൻ നമുക്കൊരു ഓപ്ഷനില്ല. ഇപ്പോൾ 4-5 ദിവസമായി തോന്നുന്നുണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെ മെസ്സേജുകൾ എങ്ങനെയാണ് വേഗം വീഡിയോ ഇടുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് വേഗം കുത്തിക്കയറ്റി ഉള്ളതൊക്കെ പിടിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒക്കെ കൂടെ ജോയിൻ ചെയ്തിട്ടതാണ്. സത്യത്തിൽ ഈ ഒരു ഏരിയ ആണ് എൻ്റെ അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ, അടുത്തൊരു ബ്ലോഗ് എന്ന് പറഞ്ഞ് വരാൻ എടുത്തത് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മാവിൻ ചോട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടിരിക്കണം. അത് നല്ല മഴക്കാലമല്ല, നല്ല എന്താ പറയുക വെയിലുള്ള സമയത്ത്. ഈ ചെയറും ഈ ടേബിളും വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ചൂല് തപ്പിയിട്ടുള്ള നടത്താണ്. അത് കണ്ടറിയാം നിങ്ങൾ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവിടെ ക്ലീൻ ആക്കിയിട്ട് ചൂല് ഞാൻ എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ചൂല് ഞാൻ തപ്പി നടക്കുകയാണ്. ഇപ്പോൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന കാണാം. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഈ ടേബിളും ചെയറെന്ന് വെച്ചാൽ എനിക്ക് സത്യത്തിൽ ഈ ഇരുന്നിട്ട് നമ്മൾ ഈ പോട്ടിംഗ് മിക്സും ഈ ചെടിയുടെ ഇതുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഒരു ടേബിളും ചെയറും വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ അപ്പോൾ ഒരു ഇതും കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മളുടെ ചേട്ടായി ടീമുകൾ വരുമ്പോൾ ഈ ഇത് ഫങ്ഷനുകൾ ഉണ്ടാവുമല്ലോ, നമ്മളുടെ പെരുന്നാൾ അങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ സൽക്കാരങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ, അപ്പോൾ അത് പുറത്തൊരു ഏരിയ ആണല്ലോ, അപ്പോൾ അതിനും കൂടെ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അന്ന് വെച്ചാൽ 4 ചെയറും ഒരു അത്യാവശ്യം വലിപ്പമുള്ള ടേബിളും ആയിക്കോട്ടെ വെച്ചിട്ടാണ് വൈറ്റും അങ്ങനെയൊക്കെ എടുത്തത്. സാധാരണ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ചെറിയൊരു ടേബിളും ഒരു 2 ചെയറുമാണ് നോക്കി, ഔട്ട്ഡോർ ചെയർ അങ്ങനെയാണ് നോക്കിയിരുന്നത്. അപ്പോൾ അത് ആ ഒരു പർപ്പസും കൂടി ആയപ്പോൾ ആണ് ഇത്രയും വിശാലമായി ഇത്രയും നല്ല ടേബിളും ചെയറും ഒക്കെ വാങ്ങിച്ചിട്ടത്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാവിൻ്റെ ചോട്ടിലാണല്ലോ, അപ്പോൾ ഇത് ഫുൾ ടൈം ഈ മഴ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ ഈ മാവിൻ്റെ ഇല വീണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്ഥിരമായിട്ട് അത് ക്ലീൻ ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം മഴ ആയതുകൊണ്ട് ഒട്ടും, അതായത് മാവിൻ്റെ ഇലയൊന്നും അടിച്ചാൽ പോവില്ല. അപ്പോൾ എന്ത് ചെയ്തു, എന്താ പറയുക, ആ ഭാഗത്തേക്ക് വരാറില്ല. എല്ലാതും ഇങ്ങനെ അവിടെ കിടക്കും. എന്താ പറയുക, ഒന്ന് മഴ തോർന്നു എന്ന് കാണുമ്പോൾ ഒന്ന് അടിച്ച് കൂട്ടി അവിടെ വയ്ക്കും. പിന്നെ നന്നായി മഴ തോരുമ്പോഴാണ് ആ ചവറുകളൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പം അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ വേണ്ടാത്ത എല്ലാ സാധനങ്ങളും ഞാൻ ആ ടേബിളിൽ കൊണ്ട് ഡംപ് ചെയ്ത് വെക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് നമ്മളുടെ മില്ലിക്കുട്ടിയുടെ ബേബി, നമ്മളുടെ മില്ലിക്കുട്ടിയുടെ ഫസ്റ്റ് ഡെലിവറിയാണ്. ആകെ ഒരു വാവേ ഉള്ളൂ. ആണോ പെണ്ണോന്നൊന്നും അറിയില്ല കേട്ടാ. ആകെ ഒരു കുഞ്ഞുള്ളൂ. അപ്പോൾ അവള് അതിനായിട്ടുള്ള യുദ്ധത്തിലാണ്. ഒരു 15 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കുത്തിക്കയറ്റിയതാണ് ഈ വീഡിയോ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മളുടെ അടുത്ത ടീം ടെഡീനെ എല്ലാവർക്കും അറിയണ്ടാവും. പിന്നെ നമ്മളുടെ നമ്മളുടെ കുക്കീനെ കണ്ടല്ലോ. നമ്മുടെ കുക്കിക്ക് ഇപ്പോൾ ഒരു 60 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവൾ ഭയങ്കര കുറുമ്പത്തിയാണ്. ടെഡീനെ പോലും വെറുതെ വിടില്ല. നമ്മളെ കടിച്ച് ഒരു വഴിയാക്കും. നമുക്ക് നടക്കാനും പറ്റില്ല. കാലിൻ്റെ ഇടയിൽ കൂടെ കടിച്ച് ആകെ പ്രശ്നമാണ്. മില്ലിക്ക് താഴെ നിൽക്കാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മില്ലിയുടെ ബേബിയും കൂടെ പുറത്തേക്ക് ഇറങ്ങും. അതോടുകൂടെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ തട്ടിക്കൂട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.